ഗാനരചയിതാവ് എന്നതിലുപരി മികച്ചൊരു കായിക താരവുമാണ് മോഹനൻ ഉദനൂർ. ഉദനൂർ സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്ലബ്ബിലൂടെ ഫുട്ബോളിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ച മോഹനൻ ഉദനൂർ പിന്നീട് പയ്യന്നൂർ കോളേജിലെത്തി കോളേജ് ടീമിന്റെ പ്രധാന താരമായി ശ്രദ്ധ നേടി. തുടർന്ന് 1980-ൽ കണ്ണൂർ സ്പിരിറ്റഡ് യൂത്ത് ഫുട്ബോൾ ടീമിന്റെ മുൻനിര കളിക്കാരനായി തിളങ്ങി. മികച്ച പ്രകടനത്തിന്റെ കരുത്തിൽ 1982-ൽ കെൽട്രോൺ ഫുട്ബോൾ ടീമിലും ഇടം നേടി. എന്നാൽ 1985-ൽ മത്സരത്തിനിടെ മുട്ടിന് പരിക്കേറ്റതോടെ സജീവ ഫുട്ബോൾ ജീവിതത്തിന് വിരാമമിടേണ്ടി വന്നു. കളിക്കളത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും തന്റെ സർഗാത്മകതയെ മറ്റൊരു മേഖലയിലേക്ക് വഴിതിരിച്ചുവിട്ട അദ്ദേഹം 1990-ൽ ഗാനരചനാ രംഗത്ത് സജീവമായി. ഞാനൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നല്ലോ. പയ്യന്നൂർ കോളേജിൻ്റെയും സ്പിരിറ്റഡ് കണ്ണൂരിൻ്റെയും അതിലൂടെ കെൽട്രോൺ കണ്ണൂരിൻ്റെയും ഫുട്ബോൾ പ്ലെയറായിരുന്നു, ഫോർവേഡ് പ്ലെയറായിരുന്നു. അതിനുശേഷം കളി നിർത്തിയതിന് ശേഷം ഒരുപാട് ഗാനങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ ഒരു ലോക ഫുട്ബോൾ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ആഗ്രഹപ്രകാരം ഞാൻ ഒരു 8 വരി പാട്ട് ഞാൻ കാലിക്കറ്റുള്ള എൻ്റെ സുഹൃത്തായ ഒരു സുഹൃത്തിന് ഞാനത് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് അതിന് സംഗീതം കൊടുക്കുകയും അത് ആലപിച്ച് എനിക്ക് അയച്ചു തരികയും ചെയ്തു. അങ്ങനെയാണ് ഈ നാല് വരി, അതിൽ നിന്ന് 4 വരി മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഇതിലൊക്കെ ഷോർട്ടായിട്ട് ഒരു 4 വരി മതി എന്നുള്ള നിലയിൽ ഞാൻ എടുത്തത് എഡിറ്റ് ചെയ്ത് CP ചങ്ങള എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത്, ശ്രീകണ്ഠാപുരത്തിൻ്റെ സുഹൃത്ത്, അത് എഡിറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തന്നു. അതാണ് ഇത് എഴുതാനുണ്ടായ ഒരു കാരണം. ഫുട്ബോളിനോടുള്ള അമിതമായ എൻ്റെ ഇഷ്ടവും ആഗ്രഹവും, ഒരു ഫുട്ബോൾ പ്ലെയർ എന്ന നിലയിൽ എനിക്ക് എന്തെങ്കിലും സമൂഹത്തിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിരുന്നു ഈ പാട്ടിൻ്റെ ജനനം. ലോകനെറുകയിൽ കൊണ്ടു നടക്കും കൽപ്പന്തെന്നൊരു മാജിക്, കാലം നെഞ്ചിൽ ചേർത്തു വളർത്തും ഫുട്ബോൾ എന്നൊരു ലോജിക്. കാണാൻ എന്തൊരു ചന്തം, കണ്ടാലുണ്ടാം കൽവില് വമ്പത്തം, പായും പന്തിന് പിൻപേ പായും പിള്ളേർക്കെന്തൊരു ചിങ്കൂറ്റം. ജീവിതാനുഭവങ്ങളും സാമൂഹിക കാഴ്ചപ്പാടുകളും കലർന്ന ഗാനങ്ങളിലൂടെ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ മോഹനൻ ഉദനൂരിന് സാധിച്ചു. കായികരംഗത്തും കലാരംഗത്തും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച മോഹനൻ ഉദനൂരിന്റെ ജീവിതം പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റിയ നിശ്ചയദാർഢ്യത്തിന്റെ മികച്ച ഉദാഹരണമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.